കോണ്ടന്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം സിനിമ. മലയാള സിനിമയിൽ ഒരു സൂപ്പർ താരവും ഇല്ലാതെ കോണ്ടന്റിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറങ്ങുന്ന സിനിമകൾ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുകയും അതിന് വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രേക്ഷകർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. മികച്ചത് എന്നാൽ മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ ഇനി വരാൻ പോകുന്നതും അങ്ങനെയുള്ള കോണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ തന്നെയാണ്. അതിൽ ഒന്നായി മാറുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിൽ സർപ്രൈസ് ഒരു ട്രെയിലർ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയ ബാലനാണ്. പ്രേക്ഷകർ ഒന്നടങ്കം ഒരു ചെറിയ കുട്ടിയുടെ കഥ പറയുന്ന ചിത്രം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സിനിമ നമ്മളെ മറ്റൊരു ലെവലിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച സിനിമയായി മാറി. ശരിയാണ്, ചിദംബരം എന്ന സംവിധായകനാണ് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയുമായി വരുന്നത്. ബാലൻ എന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവരും കരുതി ആ കൊച്ചുകുട്ടിയുടെ കഥ ഭയങ്കര ഫീൽ ഗുഡായി പറയാൻ പോകുന്ന സിനിമ. എന്നാൽ സംഭവം അതൊന്നുമല്ല. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സർവൈവൽ ത്രില്ലറിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ബാലൻ എന്നൊക്കെ കേട്ട് അതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ നമ്മൾ കരുതി ഒരു നൊസ്റ്റാൾജിക് സിനിമ, നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മപ്പെടുന്ന സിനിമയായിരിക്കുമെന്ന്. എന്നാൽ സംഭവം നേരെ വിപരീതം. ആവേശത്തിന് ശേഷം ചിത്തു മാധവൻ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ആകെ മൊത്തത്തിൽ ഒരു ഞെട്ടൽ. ബാലൻ എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ കുട്ടികളുടെ കഥയാണെന്ന് കരുതിയ പലർക്കും സർപ്രൈസ് ട്രീറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ. ഡാർക്ക് ത്രില്ലർ മോഡിൽ കഥ പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പലരെയും അത്ഭുതപ്പെടുത്തി. പല നാടുകളിൽ പല പേരുകളിൽ ജീവിക്കുന്ന ഒരു അമ്മയുടെയും മകന്റെയും കഥയാണെന്ന് മാത്രമേ ട്രെയിലർ സൂചന നൽകുന്നുള്ളൂ. ക്യാമറയ്ക്ക് പിന്നിൽ പല വമ്മന്മാരുടെയും പേരുകൾ ബാലന്റെ ഹൈപ്പ് കൂട്ടുമ്പോൾ പലരുടെയും ശ്രദ്ധ ആകർഷിച്ചത് മറ്റൊരാളാണ്. ട്രെയിലറിന്റെ പകുതിയിലധികം സീനുകളിൽ നിറഞ്ഞു നിന്ന നായികയെക്കുറിച്ചാണ് ഇപ്പോൾ സിനിമാ പേജുകൾ ചർച്ചയാക്കുന്നത്. ട്രെയിലറിന്റെ ക്രെഡിറ്റിൽ പോലും ഈ നടിയുടെ ഒരു വിവരവും അണിയറ പ്രവർത്തകർ നൽകിയിട്ടില്ല. ഒടുവിൽ ഗൂഗിളിലെല്ലാം തപ്പിയ ശേഷമാണ് നടിയുടെ പേര് ഫർസാന എന്ന് പലരും മനസ്സിലാക്കിയത്. ഫർസാനയുടെ ആദ്യ ചിത്രമാണിതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഒന്ന് രണ്ട് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച ഫർസാനയുടെ സിനിമാ അരങ്ങേറ്റം ഗംഭീരമാകുമെന്നാണ് പലരും കണക്കുകൂട്ടുന്നത്. മകനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കയ്യിൽ തോക്ക് കരുതുന്ന ഒരുപാട് നിഗൂഢതകൾ പേറുന്ന കഥാപാത്രത്തെ ഫർസാന ഭംഗിയായി അവതരിപ്പിച്ചെന്ന് ട്രെയിലർ സൂചന നൽകുന്നുണ്ട്. സംസ്ഥാന അവാർഡിൽ മികച്ച നടിയായി ഫർസാനയെ തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്നും സിനിമാ പേജുകൾ അഭിപ്രായപ്പെടുന്നു. മിസ്റ്ററി ത്രില്ലറായി ഒരുങ്ങുന്ന ബാലൻ ഈ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിലാണ് ആദ്യമായി പ്രദർശനം നടത്തിയത്. സംവിധായകരായ ജീൻ പോൾ ലാൽ, ഗിരീഷ് എഡി എന്നിവരും ബാലനിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ടൊവിനോയുടെ അതിഥി വേഷവും ബാലന്റെ ഹൈപ്പ് ഉയർത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. സുശീൽ ശ്യാമിന്റെ സംഗീതവും ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണവും ഇത്തവണയും ഗംഭീരമാകുമെന്ന് ട്രെയിലർ തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ ഓരോ മേഖലയും മികച്ചതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. മഞ്ഞമ്മൽ ബോയ്സിന് ശേഷം മികച്ച ക്വാളിറ്റിയിൽ ഒരുങ്ങുന്ന സിനിമ. ചിദംബരത്തിന്റെ ക്വാളിറ്റി എത്രമാത്രം മികച്ചതാണെന്ന് ഒന്നുകൂടി അടിവരയിടുന്നതാണ് ബാലൻ എന്ന ചിത്രം. അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ, വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് എന്നിവയും കൂടിയാകുമ്പോൾ ഗംഭീര സിനിമാനുഭവത്തിൽ കുറഞ്ഞതൊന്നും സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നില്ല. ജൂൺ 19 ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അങ്ങനെ വീണ്ടും മോളിവുഡ് സിനിമ ഇന്ത്യൻ സിനിമയൊന്ന് ഞെട്ടിക്കാൻ പോവുകയാണ്. ബാലൻ ഒരു ഗംഭീര സംഭവമാക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ എല്ലാ ഭാഷകളിലും ഈ ചിത്രം എത്തുന്നുണ്ട്. ബോളിവുഡിൽ അജയ് ദേവ്ഗണൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പങ്കുവച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശംസ ബോളിവുഡ് പ്രേക്ഷകരിൽ നിന്നും ഈ ചിത്രത്തിന് ലഭിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. മലയാളത്തിൽ നിന്നും വരുന്നതായതുകൊണ്ട് തന്നെ ഇതിന്റെ കോണ്ടന്റ് മികച്ചതായിരിക്കുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ കോളിളക്കമാണ് ഈ ബാലൻ എന്ന ചിത്രം ചെയ്യാൻ പോകുന്നതെന്ന്.